പി ഡി മോഹൻ എന്നായിരുന്നു എൻ്റെ പേര്. ഇപ്പോഴും പഴയടം മോഹനൻ നമ്പൂരി ആയതിലേക്ക് എത്തുന്നതിന് മുൻപുള്ള കഥകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. പഴയടം മോഹനൻ നമ്പൂതിരി കേരളത്തിന്റെ രുചിപ്പെരുമയെ പഴയിടം എന്ന 4 അക്ഷരങ്ങളിലേക്ക് സമന്വയിപ്പിച്ച പാചക മാന്ത്രികൻ. ഇത് പഴയിടത്തിന്റെ ജീവിതകഥയാണ്. അപ്പോൾ ആ സ്ത്രീക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവരെന്തെങ്കിലും 50 രൂപ എടുത്തു തന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തെങ്കിലും ഒരു പൈസ ഇല്ലായിരുന്നൊരു സമയമാണ്. കോട്ടയം ജില്ലയിലെ ഒരു ചെറു ഗ്രാമത്തിൽ നിന്നും ലോകമറിയുന്ന പാചകക്കാരനിലേക്കുള്ള വളർച്ചയുടെ എളിമയും തെളിമയുമുള്ള കഥ. ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ അതിനേക്കാൾ ബുദ്ധിമുട്ട്. കാരണം തട്ടായിട്ട് 4-5 കട്ടിൽ വരെ അടിച്ചിങ്ങനെ തട്ടായിട്ട് ഇട്ടിരിക്കുക. വേറൊരാളെ നിലത്ത് കിടക്കാൻ ആ ലോഡ്ജിൻ്റെ ഉടമസ്ഥൻ സമ്മതിക്കില്ല. ജീവിതത്തിലെ പ്രതിസന്ധികൾ. ഇപ്പോൾ കുറച്ച് നാൾ അബ്സ്കോണ്ടിങ് ആയിരുന്നു. എന്ന് പറയാൻ നാട് വിട്ട് നിൽക്കാൻ തീരുമാനിച്ച് ഒരു സുപ്രഭാതത്തിലാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച നാളുകൾ. ഞാൻ കൊടുക്കാനുണ്ടായിരുന്ന ആൾക്കാരൊക്കെ വല്ലാത്ത രീതിക്ക് ഹരാസ് ചെയ്യാൻ തുടങ്ങിയ സമയമായിരുന്നു. ഇനി നിന്ന് ശരിയാവില്ല, ഏതെങ്കിലും രീതിക്ക് ഞാൻ അവസാനിപ്പിക്കണമെന്നൊരു ധാരണ വരാമെന്ന് എനിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ജീവിത വഴിത്തിരിവുകൾ. മലമേൽ നീലകണ്ഠൻ നമ്പൂതിരി എൻ്റെ ഗുരുവിന് ഒരുപാട് ആൾക്കാർ വന്ന് അഭിനന്ദിക്കുന്നതും അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് പോകുന്നതൊക്കെ മാറി നിന്ന് കണ്ടിട്ടുണ്ട്. ആ ഒരു അപ്രീസിയേഷൻ കണ്ടപ്പോൾ പാചകക്കാരൻ തന്നെ ആയാൽ മതി എന്ന് തീരുമാനിച്ചു. വിജയങ്ങൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും കുട്ടികൾ പങ്കെടുക്കുകയും ഇത്രയും ആൾക്കാർ ഭക്ഷണം കഴിച്ചു പോവുകയും ചെയ്ത വേറൊരു വേദിയും അതിന് മുൻപോ അതിന് ശേഷം ഉണ്ടായിട്ടില്ല. കേരളത്തിന്റെ രുചിയുമായി വിവിധ ദേശങ്ങളിലേക്കുള്ള സഞ്ചാരങ്ങൾ. ചെക്കൗട്ട് ചെയ്യേണ്ട സമയത്ത് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ലഗേജ് മുഴുവൻ പൊളിച്ച് എല്ലാ സാധനവും തുറന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഉണക്കലരിയായിരിക്കും. എൻ്റെ അനുഭവം ഞാനും ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചാണെന്നൊക്കെ പറഞ്ഞ് അവസാനം അവർക്കൊരു അഫിഡവിറ്റൊക്കെ എഴുതി കൊടുത്തിട്ട് 6 മണിക്കൂറിന് ശേഷമാണ് അവരെ പുറത്തു വിട്ടത്. മറക്കാനാകാത്ത സംഭവങ്ങൾ. SPG കമാൻഡോസ് ഒരു 5 പേര് ഉണ്ട് കിച്ചണിലേത് സമയം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാൻ പറ്റില്ല. ആദ്യമായിട്ട് തോക്കിൻ മുനയിൽ പാചകം ചെയ്തൊരു സമയമായിരുന്നു അത്. വ്യക്തികൾ. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുവാൻ കഴിഞ്ഞു എന്നൊരു വലിയൊരു ചാരിതാർത്ഥ്യം ഉണ്ടായി. അനിതര സാധാരണമായ പഴയിടത്തിന്റെ ജീവിതം അദ്ദേഹം തന്നെ പറയുന്നു. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ 3ാമത്തെ സഹോദരിയുടെ വിവാഹം കഴിച്ച് കൊടുക്കുന്നത് ചാലക്കുടിക്കപ്പുറം അഷ്ടമിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മാളയ്ക്കടുത്താണ്, മാള മണ്ഡലത്തിലാണ്. അന്ന് കരുണാകരൻ്റെയൊക്കെ മാള മണ്ഡലം എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ മാള മണ്ഡലത്തിലാണ് അഷ്ടമിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോകുമ്പോൾ അന്ന് ഇന്നത്തെ പോലെ ഈ ആഷ് പോഷ് വണ്ടികളോ അല്ലെങ്കിൽ ഇതൊരു ലക്ഷറി ബസ്സുകളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. കൂത്താറ്റോളത്തു നിന്ന് വന്ന ഒരു മിനി ടെമ്പോ ആയിരുന്നു. അതിൻ്റെ അകത്ത് ഏതാണ്ട് 30ഓളം ആൾക്കാർക്ക് കഷ്ടിച്ച് യാത്ര ചെയ്യാവുന്ന ഒരു ചെറിയ വണ്ടി. ബൈക്കിൽ 2 വീലൊന്നുമില്ല, 4 വീലേ ഉള്ളൂ. ആദ്യം തന്നെ ഇത് പറയാനൊരു കാരണമുണ്ട്, അതിലേക്ക് നമുക്ക് എത്താം പിന്നീട്. അപ്പോൾ അന്ന് ചാലക്കുടി പോകുമ്പോൾ ചാലക്കുടി വെച്ചിട്ട് ഞങ്ങൾക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ടായി. അത് പറയാൻ വേണ്ടിയിട്ടാണ്, ഒരു ഭീതിയുടെ നിമിഷങ്ങൾ. അത് പറഞ്ഞിട്ട് നമുക്ക് കഥയിലേക്ക് കൃത്യമായിട്ട് കിടക്കാമല്ലോ. അപ്പോൾ അന്ന് റെയിൽവേ ട്രാക്കും ബസ് ഓടുന്നതും ഒരേ പാലത്തിൽ കൂടിയായിരുന്നു. ചാലക്കുടി പാലം ഒന്നും വന്നിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ആ പാലത്തിൽ തടി കൊണ്ടുള്ള പാലമാണ്. തടി കൊണ്ടുള്ള പാലത്തിൽ റെയിൽവേ ട്രാക്ക് ഉറപ്പിച്ചിട്ട് ആ പാലത്തിൽ കൂടി ട്രെയിൻ വരുന്ന സമയത്ത് ഗേറ്റ് അടച്ചിടുകയും ട്രെയിൻ വരാത്ത സമയത്ത് ബസ്സുകൾ ആ പാലം വഴി പോവുകയും ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു. 67 കാലഘട്ടം, 66-67. അപ്പോൾ അന്ന് ഞങ്ങൾ കല്യാണത്തിന് പോകുന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടി കടത്തി വിടുകയും ഒരു കുറച്ച് സമയത്തിനകം ട്രെയിൻ വരാറായി എന്ന് പാലത്തിൻ്റെ 2 സ്ഥലത്തും 2 പേര് നിൽക്കുന്നുണ്ട്, വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗേറ്റ് കീപ്പേഴ്സ് നിൽക്കുന്നുണ്ട്. അവർ പറഞ്ഞ് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പാലത്തിന് നടുക്കെത്തിയപ്പോൾ ഈ പാലത്തിൽ ഉറപ്പിച്ചിരുന്ന പട്ടയുടെ അടയ്ക്കുള്ള ആണി കൊണ്ട് കയറി ഞങ്ങളുടെ വണ്ടി പഞ്ചറായി എന്ന് പറഞ്ഞാൽ നല്ലോണം പഞ്ചറായി. ആകെയാണ് 4 വീലേ ഉള്ളൂ. ബൈക്കിൽ സാധാരണ ഈ 6 വീല് പതിവുള്ളതാണല്ലോ. ഇത് അതുപോലും ഇല്ല, 4 വീലേ ഉള്ളൂ. ഒരു ടയർ അഴിച്ച് മാറ്റിയിട്ട് കൊടുക്കാൻ പോലും സൗകര്യമില്ല. അപ്പോഴേക്കും ഗേറ്റ് കീപ്പർ ആകെ കൊടിയും പിടിച്ച് വേർത്ത് ഓടി കതച്ച് വന്നു. എന്താ പോകാത്ത. അപ്പോൾ ഞങ്ങളുടെ ടയർ പഞ്ചറായി. അയ്യോ 3 മിനിറ്റാണ് കിട്ടും, 3 മിനിറ്റുള്ളിൽ നിങ്ങൾ പുറത്ത് കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആ പടം വല്ലാത്തൊരു സിറ്റുവേഷൻ ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഡ്രൈവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എല്ലാവരും പെട്ടെന്ന് ഇറങ്ങിക്കോളൂ. പെട്ടെന്ന് ഇറങ്ങി ഒരു 100 മീറ്റർ താഴെയല്ലേ ഉള്ളൂ, പെട്ടെന്ന് ഓടി അപ്പുറത്തേക്ക് മാറാൻ പറയും. എല്ലാവരും പെട്ടെന്ന് ഓടി മാറി. ഞങ്ങളിൽ പ്രായമായ ആൾക്കാർ, ഞാൻ 4 പഠിക്കുന്ന സമയമാണെന്ന് ഓർക്കണം. എനിക്കും ഇതെല്ലാം വളരെ കൗതുകമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക, എന്താണ് സംഭവിക്കുന്നത്. എന്നെ വലിച്ചുകൊണ്ടാണ് എൻ്റെ അച്ഛൻ മുൻപോട്ട് ഓടുന്നത്. അപ്പോഴത്തേക്കും പ്രായമായിട്ടുള്ള കുറച്ച് ആൾക്കാർ പുറത്തിറങ്ങി ഈ ബസ്, ഈ വാന് ഉന്തി ഈ പാലത്തിനപ്പുറം കിടക്കുകയും ഞങ്ങൾ കടന്ന് ഒരു പരമാവധി ഒരു 5 സെക്കൻഡ് അല്ലെ 8 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടാവും ട്രെയിൻ കടന്നു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ആലോചിക്കുക അന്നത്തെ ഭീതിയുടെ നിമിഷം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു അനുഭവം ഒരിക്കലും ഇനി ഉണ്ടാകാൻ പാടില്ല.
എനിക്കും പിന്നീട് ഉണ്ടായിട്ടുമില്ല. പക്ഷേ ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്നൊരു അനുഭവമായിപ്പോയി. എൻ്റെ വീടൊരു ചെറിയ വീടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാലുകെട്ടുണ്ട്, പഴയിടം എന്ന് പറയുന്ന ഒരു വലിയ നാലുകെട്ടുണ്ട്. ആ നാലുകെട്ടിന് വെളിയിൽ പണ്ട് മുൻകാലങ്ങളിൽ എല്ലാ നാലുകെട്ടിനും വെളിയിൽ ഒരു കളപ്പര ഉണ്ടാവും. അപ്പോൾ ആ കളപ്പര എന്ന് പറയുന്നത് വരുന്ന ആൾക്കാരെ സ്വീകരിച്ചിരുത്തുവാനും പിന്നെ അന്ന് നെല്ല് കൊയ്ത് കിട്ടുന്ന സൂക്ഷിക്കുന്ന ഈ കളപ്പരയുടെ അടിയിലുള്ള പത്തായത്തിലായിരിക്കും. അങ്ങനെയാണ് ഈ കളപ്പരകളുടെ ഒരു സ്ഥാനം അവിടെ വരിക. അപ്പോൾ ആ കളപ്പര പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ശിഷ്ടഭാഗങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ വീടായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. എൻ്റെ ജന്മം 56-ലാണ്. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന വളരെ ചെറിയൊരു വീടാണ്. അപ്പോൾ ആ ചെറിയ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും എൻ്റെ 4 സഹോദരന്മാരും 4 സഹോദരിമാരും ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ വയ്ക്കുമ്പോൾ ഒരു സഹോദരിയുടെ വിവാഹം മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാനിപ്പോൾ പറഞ്ഞ ഒരു അനുഭവം എൻ്റെ രണ്ടാമത്തെ സഹോദരിയുടെ വിവാഹത്തിന് പോയപ്പോഴത്തെ ഒരു അനുഭവമാണ്. കുറിച്ചിത്താനത്ത് സ്കൂളിൽ അന്നൊരു സ്കൂളിലെത്തുന്നതിന് മുൻപ് തന്നെ ആകെ 2 മാസം കളരിപ്പോയി. കാരണം ഒരു ദിവസം ആശാൻ ഓല എഴുതുന്ന നാരായണൻ കൊണ്ട് എന്നെ കുത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോകുന്നത്. അതിനുശേഷം ഞാൻ കളരി പോയിട്ടില്ല. പിന്നെ 1-ാം ക്ലാസ്സിൽ ചേർന്നിട്ടാണ് പിന്നെ പഠിത്തം തുടങ്ങിയത് തന്നെ. ഇപ്പോൾ ഏറെ പ്രസിദ്ധമായിരിക്കുന്ന KR നാരായണൻ ഗവൺമെൻറ് LPS എന്ന കുറിച്ചിത്താനം LP സ്കൂളിലായിരുന്നു എൻ്റെ 1-ാം ക്ലാസ്സിൽ പോയി ചേർന്നത്. അവിടെ നിന്നാണ് പിന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. അന്നൊരു നാരായണൻ സാറായിരുന്നു ഹെഡ് മാസ്റ്റർ. അന്ന് എന്നെ പഠിപ്പിച്ചിരുന്ന ടീച്ചർമാരിൽ ആകെ ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ, ഒരു അംബികാകുമാരി ടീച്ചർ. ബാക്കിയുള്ളവരൊക്കെ കാലം അവരെ തിരിച്ച് വിളിച്ചിരിക്കുന്നു. അപ്പോൾ അന്ന് അവിടെ പഠിച്ചിട്ട് 4-ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഈ പറഞ്ഞ ട്രെയിൻ യാത്രയുടെ അനുഭവം ബസ് യാത്രയുടെ അനുഭവം ഞാൻ പറഞ്ഞത്. അന്ന് യാത്രകളോട് ഏറെ ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ കുറിച്ചിത്താനം ഇപ്പോൾ പ്രസിദ്ധമായിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പേര് കേട്ടിരിക്കുന്ന ശ്രീകൃഷ്ണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന കുറിച്ചിത്താനം ഹൈസ്കൂളിൽ 5-ാം ക്ലാസ്സിൽ ചേരുകയും 10-ാം ക്ലാസ് വരെ അവിടെ വിദ്യാഭ്യാസം നടത്തുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് പറയാനുണ്ടായിരുന്നില്ല. കാരണം ഒരു മീഡിയത്തിലും വളരെ താഴെ ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. പേര് പറയുമ്പോൾ ജന്മികളാണെന്നൊക്കെ പറയുമെങ്കിലും കുടുംബത്തിൽ കൃത്യമായ വരുമാനമൊന്നുമില്ലാത്ത ഒരു സാധാ ആളിൻ്റെ ജീവിതത്തിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. 10-ാം ക്ലാസ്സിന് ശേഷമാണ് ഞാൻ ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ പ്രീ ഡിഗ്രിക്ക് ചേർക്കുന്നത്. PD മോഹൻ എന്നായിരുന്നു എൻ്റെ പേര്. ഇപ്പോഴും പഴയടം മോഹനൻ നമ്പൂരി ആയതിലേക്ക് എത്തുന്നതിന് മുൻപുള്ള കഥകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രീ ഡിഗ്രിക്ക് ശേഷം ഡിഗ്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും കുറച്ച് ഉഴപ്പിയതുകൊണ്ടാണെന്ന് തോന്നുന്നു തോറ്റുപോയിരുന്നു. ഒരു വിഷയം കിട്ടിയിരുന്നില്ല. പിന്നെ രണ്ടാമത് അത് എഴുതിയെടുത്തതിന് ശേഷമാണ് ഉഴവൂർ കോളേജിൽ തന്നെ ഡിഗ്രി BSc ഫിസിക്സിൽ ചേർന്നത്. അപ്പോൾ അതിനും ശേഷം ഉഴവൂർ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തതിന് ശേഷം ഒരു സാധാ ഒരു കുടുംബജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ സമയങ്ങളും ഞങ്ങൾ കുറിച്ചിത്താനത്ത് നടക്കാറാണ് പതിവ്. കുറിച്ചിത്താനത്ത് നിന്ന് ഉഴവൂർ കോളേജിലേക്ക് ഉഴവൂർ കോളേജ് അറിയാം, സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഒരു കുന്നിൻ്റെ മുകളിലിരിക്കുന്ന കോളേജാണ്. 2 കിലോമീറ്ററിന് മുകളിൽ മാത്രമേ ദൂരമേ ഉള്ളൂ. 10 പൈസ കൊടുത്താൽ ബസ്സിന് പോകാമെങ്കിലും 10 പൈസയ്ക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നുകൊണ്ട് നടക്കാറാണ് പതിവ്. അങ്ങനെ ഡിഗ്രിയും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു വർഷക്കാലത്തോളം പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നുമില്ലാതെ ഒരു സമയമായിരുന്നു. കുറിച്ചിത്താനത്തൊരു ലൈബ്രറി ഉണ്ട്, കുറിച്ചിത്താനം പീപ്പിൾസ് ലൈബ്രറി. അപ്പോൾ അത് കോട്ടയം ജില്ലയിലെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ലൈബ്രറിയാണ്. ഇപ്പോഴും 38,000-ന് മുകളിൽ ടൈറ്റിൽസ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ലൈബ്രറിയാണ്. നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു ലൈബ്രറിയാണ്. അപ്പോൾ ആ ലൈബ്രറിയിൽ സജീവമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. വായന അന്ന് എൻ്റെ ഒരു ഹോബിയായിരുന്നു. അന്നല്ല, അന്നും ഇന്നും എപ്പോഴും എൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിൽ വായനയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. അത് പിന്നീട് പറയാം എത്തുമ്പോഴേക്കും. പ്രീ ഡിഗ്രി കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഈ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നതിന് ശേഷം മാത്രമാണ് ഞാൻ MScക്ക് പോകുന്നത്. അപ്പോൾ അത് മൊറാദാബാദിലായിരുന്നു പോയിരുന്നത്. അതിനും കഴിഞ്ഞ് വന്നതിന് ശേഷം ആ കാലഘട്ടങ്ങളിലൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊരു ഒന്നും എനിക്ക് പറയാനുണ്ടായില്ല. ഞാൻ തിരിച്ച് നാട്ടിലെത്തി കുറേ ടെസ്റ്റുകളൊക്കെ എഴുതിയിരുന്നു. 126ഓളം ടെസ്റ്റുകൾ, അതായത് BSRB, PSC, ഒരുപാട് ടെസ്റ്റുകൾ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നിലും ഒരു ജോലിക്കുള്ള സാധ്യതകൾ കണ്ടെത്തിയില്ല എന്ന് മാത്രമല്ല, റാങ്ക് ലിസ്റ്റിൻ്റെ 7 അയലക്കത്ത് പോലും എത്തിയിരുന്നില്ല. ഇപ്പം ജീവിതം ഒരു പ്രാരാബ്ധമായി തുടങ്ങിയ കാലഘട്ടമായിരുന്നു. ആ സമയത്ത് എന്തെങ്കിലും ബിസിനസ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഈ ഫിസിക്സ് ആയിരുന്നു എൻ്റെ മെയിൻ. അപ്പോൾ ലാബറട്ടറി സാധനങ്ങളൊക്കെ കൊടുക്കുന്നൊരു കച്ചവടം തുടങ്ങാം. അപ്പോൾ ഒരു നല്ല ബിസിനസ്സാണ്. പാലായിലൊന്നും അങ്ങനൊരു ബിസിനസ്സൊന്നുമില്ല. അപ്പോൾ അങ്ങനൊരു ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. സ്കൂൾ കോളേജ് ലാബറട്ടറികൾക്ക്, അതുപോലെ ഈ എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഈ മെഡിക്കൽ ലാബറട്ടറി ഉണ്ടല്ലോ, ബ്ലഡ് ടെസ്റ്റിംഗ് ലാബറട്ടറികൾ,
അങ്ങനെയുള്ള ലാബറട്ടറികൾക്ക് വേണ്ട ആൻറ്റിജൻസ് അതെല്ലാം കൊടുക്കുന്ന ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു, ഒരു മണ്ണയ്ക്കനാട് മുനിസിപ്പൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ ഒരു മാനേജറായിട്ട് കുറിച്ചിത്താനത്ത് കുറച്ച് നാൾ കളക്ഷൻ ഏജൻ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് അപ്പോൾ കുറച്ചൊക്കെ പൈസ ചെറിയ പൈസകളൊക്കെ കയ്യിലേക്ക് വരുന്നൊരു സമയമാണ്. അപ്പോൾ അന്ന് ആദ്യമായിട്ട് പൈസ കയ്യിൽ വരുന്ന ഒരാൾക്ക് അത് കൈകാര്യം ചെയ്യാൻ അറിയാൻ വയ്യാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇഷ്ടം പോലെ വന്നു തുടങ്ങി. എന്നോട് ചോദിച്ചാൽ എപ്പോഴായാലും പൈസ കിട്ടും. എൻ്റെ ഒരു സ്വഭാവത്തിന് പല ആൾക്കാർക്കും കുറേ പൈസകളൊക്കെ കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇരുന്ന സമയത്ത് കുറേ കഴിഞ്ഞപ്പോഴേക്കും സാമ്പത്തിക ബാധ്യത വളരെ വളരെ ഗൗരവമായ രീതിയിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ അന്ന് തീരുമാനിച്ചു, ഇവിടെ നിന്നാൽ ശരിയാവില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയൊരു കാലഘട്ടം വരെ ഒന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ അബ്സ്കോണ്ടിങ് ആയിരുന്നു. എന്ന് പറയാൻ നാട് വിട്ട് നിൽക്കാൻ തീരുമാനിച്ചു. ഒരു സുപ്രഭാതത്തിലാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇറങ്ങിപ്പോകുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ 1-2 അടുത്ത സുഹൃത്തുക്കളോട് മാത്രം ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു യാത്ര പോവാം. അപ്പോൾ യാത്ര പോവുകയാണെങ്കിൽ അതിന് മുമ്പ് എന്തെങ്കിലും ഒരു ത്രില്ല് വേണ്ടേ? അപ്പോൾ എന്താണ് ത്രില്ല്? അപ്പോൾ നമ്മൾക്കൊക്കെ എന്തൊരു ത്രില്ല്? നമ്മൾ സാധാരണയ്ക്ക് വല്ല സ്പോർട്സിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ അല്ലേ പോവുക. അതല്ല, അന്ന് ഒരു ഇഡ്ഡലി തീറ്റ മത്സരം നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്ര ഇഡ്ഡലി എനിക്ക് തിന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു കുറിച്ചിതാനത്ത് തന്നെയുള്ളൊരു ചായക്കട ഉണ്ട്, അതിപ്പോഴും ആ ചായക്കട അവിടെ ഉണ്ട്. ആ ചായക്കടയിൽ നിന്ന് പറഞ്ഞിട്ട് കുറേ ഇഡ്ഡലി വരുത്തി വെച്ചു. അപ്പോൾ ഞാൻ ഏതാണ്ട് 25ഓളം ഇഡ്ഡലികൾ അത് ആ ഒരു ദിവസം തിന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരുപക്ഷെ ഈ പുറപ്പെട്ടു പോകുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ ആ സമയത്ത് അന്ന് ഇറങ്ങാൻ നേരുന്നതിന് മുൻപ് കഴിച്ചൊരു ഇഡ്ഡലി അത് ഇനി പിന്നീട് കഴിക്കാൻ പറ്റുമോ എന്നറിയാൻ വയ്യാത്തതുകൊണ്ടാണോ എന്നറിയില്ല. 25ഓളം ഇഡ്ഡലി തിന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഡ്ഡലി തിന്നതിന് സമ്മാനം വാങ്ങി പുറപ്പെട്ടു പോയി. അതൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു സമ്മാനം മേടിച്ച് പുറപ്പെട്ടു പോകാമെന്ന് പറഞ്ഞു. പുറപ്പെട്ടു പോയി ഞാൻ നേരെ ഇവിടുന്ന് ആദ്യം പോയതിന് ബാംഗ്ലൂർക്കായിരുന്നു. ബാംഗ്ലൂർക്ക് പോകാനൊരു കാരണമുണ്ട്. ബാംഗ്ലൂർ എൻ്റെ അനിയനുണ്ടായിരുന്നു. അവനന്ന് എൻ്റെ അനിയൻ എയർഫോഴ്സിൽ ജലഹല്ലിയിൽ ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എയർഫോഴ്സിലേക്ക് അവനെ പോയി ചെന്ന് കണ്ടിട്ട് ബാംഗ്ലൂർ എവിടെയെങ്കിലും സെറ്റിലാവാൻ നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ബാംഗ്ലൂർക്ക് യാത്ര പോണത്. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995444222. ട്രെയിനിൽ വെച്ച് എൻ്റെ പൈസ എൻ്റെ കയ്യിൽ വളരെ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ. ഒരു എന്താ നമ്മുടെ ഇന്നത്തെ കണക്ക് പറഞ്ഞാൽ ഒരു 85 രൂപ. ബാങ്കിൽ അന്ന് റിച്ചാണ്. 85 രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു വലിയൊരു പണക്കാരനാണെന്നൊരു ഭാവം ഉള്ളിലുണ്ടായിരുന്നൊരു കാലഘട്ടം കൊണ്ടാണെന്ന് തോന്നണം. പിന്നെ കുറിച്ചിത്താനം ലൈബ്രറിയിൽ നിന്ന് എടുത്തിരുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു, അവകാശികൾ. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, വിലാസിനിയുടെ അവകാശികൾ. 4 വോളിയങ്ങളിലായിട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. വയലാർ അവാർഡ് കിട്ടിയ ബുക്കാണ്. വളരെയധികം കമ്പം തോന്നി. ഞാൻ പലതവണ വായിച്ചൊരു ബുക്കാണ്. അതിൻ്റെ ഒരു 4ാമത്തെ വോളിയം മാത്രം എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകം കയ്യിൽ വെച്ചിട്ടുണ്ട് ബാംഗ്ലൂർക്ക് പോകണം. ബാംഗ്ലൂർ എത്തിയപ്പോഴത്തേക്കാണ് അറിയാം എൻ്റെ പൈസ പോക്കറ്റ് അടിച്ച് പോയിന്ന്. ഒരു മാർഗ്ഗവുമില്ല. അന്നിപ്പോൾ ഇതുപോലെ മൊബൈലില്ല, നമുക്ക് ഫോണില്ല, ഒന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ 1 രൂപയാണ് ആകെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അനിയൻ്റെ അടുത്ത് എത്തണം. ജലഹള്ളിയിലേക്ക് എത്തണമെന്ന് വരികിൽ 17 കിലോമീറ്റർ ഉണ്ട്. അറിയാം, ബാംഗ്ലൂർ മജസ്റ്റിക് സിറ്റിയിൽ നിന്ന് ജലഹള്ളിയിലേക്കുള്ള ദൂരം അന്ന് അതായിരുന്നു. പക്ഷേ ഈ ഇടിയിട്ടിവനെ പാമ്പ് കടിച്ചതെന്ന് പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അന്ന് അവിടുത്തെ ഈ മജസ്റ്റിക് സിറ്റിയിലുള്ള ബസ്സുകളെല്ലാം സ്ട്രൈക്ക്. ഒരു രക്ഷയില്ല പോവാൻ. അപ്പം പിന്നെ എന്ത് ചെയ്യണം? അപ്പം പിന്നെ എനിക്കൊരു ഇത് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല, അന്നത്തെ കാലഘട്ടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ രാത്രിയിൽ ഒരു 9-10 മണിയാകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എയർഫോഴ്സിൻ്റെ വണ്ടി വരാറുണ്ട്. അതായത് ഈ ഏതെങ്കിലും കേഡറ്റ്സ് വന്നവർ തിരിച്ചു പോരാതെ സ്റ്റേഷനിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്, അവരെ കൂട്ടിയിട്ട് പോകാനും ഒക്കെ ആയിട്ട് വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി ഒന്ന് എൻ്റെ അനിയൻ്റെ അടുത്തേക്കാവും. അതിനു മുമ്പ് അനിയനെ വിളിച്ച് വിവരം അറിയിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഫോൺ ചെയ്യാൻ നേരം ഒരു 50 പൈസ ഇട്ട് വിളിക്കുന്ന ഫോണാണുള്ളത്, അല്ലാണ്ട് ഇന്നത്തെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ രാവിലെ വന്ന് ഇറങ്ങിയതാണ്. ആകെ 1 രൂപയുള്ളൂ. 50 പൈസയ്ക്ക് ഒരു ചായ കുടിച്ചു. ബാക്കി 50 ദിവസം അനിയനെ വിളിക്കാൻ വേണ്ടി മാറ്റി വെച്ചു.
ഞാൻ എന്നിട്ട് ഇവനെ കിട്ടണമെങ്കിൽ 1:30 ആവും. കാരണം രാവിലെ പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും, ട്രെയിനിങ് പീരീഡാണ്, പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും. 1:30 അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് പൈസ ഇട്ടു. പക്ഷേ കോള് കിട്ടിയില്ല. ഒരു കഷ്ടകാലം ആലോചിച്ച് നോക്കുക. ഇപ്പോഴത്തെ കാലത്ത് അത്ര ഫോണൊന്നും ഇല്ല കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 50 പൈസയും പോയി. പിന്നെ യാതൊരു മാർഗ്ഗമില്ല, കോണ്ടാക്ട് ചെയ്യാനും വഴിയില്ല. അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു. എന്തായാലും രാത്രിയിൽ ഈ വണ്ടി വരുന്നു നോക്കാം, അവരോട് ആരുടെങ്കിലും സംസാരിച്ചിട്ട് എന്നെ കൂട്ടിയിട്ട് പോവുകയാണെങ്കിൽ കൂട്ടിക്കൊണ്ട് പോട്ടെ. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അത് വേറൊരു വശം, വിശക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അനിയൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. 18 കിലോമീറ്റർ ഉണ്ട്, അല്ല പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് നോക്കിയിരുന്നു. അത് രാത്രിയിൽ വണ്ടി വന്ന് ഞാൻ പറഞ്ഞിട്ട് അവരാരും എന്നെ സമ്മതിച്ചില്ല. കാരണം അത് പറയും അങ്ങനെയാണെന്നൊരു അനിയനെ അവരെ ഇൻഫോം ചെയ്യണം. അപ്പോൾ അനിയനെ ഞാൻ അറിയിച്ചിരുന്നില്ലല്ലോ, അറിയിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ആകെ ഉണ്ടായിരുന്ന 50 ദിവസമായി ഈ ടെലിഫോൺ ബൂത്തിൻ്റെ അതിൻ്റെ അകത്തിട്ടിട്ട് പോയി, പിന്നെ ഒന്നും കയ്യിലില്ല. അപ്പോൾ അന്ന് എന്തായാലും പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറങ്ങാൻ തീരുമാനിച്ചു. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറങ്ങണമെങ്കിൽ 10 ദിവസം എടുക്കാമെങ്കിൽ നമുക്കൊരു ഇത് കിട്ടുമായിരുന്നു, ഒരു ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിട്ടും. പക്ഷെ അതും എൻ്റെ കയ്യിൽ വാങ്ങാൻ പൈസ ഇല്ലാണ്ട് ഞാൻ കയറി കിടന്നു. അവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങി രാവിലെ ഒരു പിടിക്കുമ്പോഴല്ല, അന്നേരം എന്തെങ്കിലും പറയാമെന്നുള്ള സങ്കല്പത്തിൽ ഞാൻ പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറക്കമൊന്നും വരുന്നില്ല. എങ്ങനെ വിശന്നിരിക്കുന്നതിന് ഉറക്കം വരാൻ ഞാൻ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ രാത്രി ഒരു 11 മണിയായപ്പോൾ ഒരാൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരറ്റത്ത് നിന്ന് ഓടി വരുന്നുണ്ട്. അയാളുടെ കയ്യിലൊരു ബാഗുണ്ട്. ആ ആളുടെ ബാക്കിൽ ഒരു സ്ത്രീ ചോർ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയുടെ ബാഗ് ഇയാൾ തട്ടിപ്പറിച്ചിട്ട് ഓടി വരിക റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കൂടെ. അപ്പോൾ ഞാൻ ഈ കിടക്കുന്ന ബെഞ്ചിൻ്റെ അടുത്ത് തന്നെ ഈ റെയിൽവേയുടെ ഒരു ട്രോളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഓടി വരുന്ന കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ട്രോളി ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് തള്ളി. അയാൾ വന്ന വഴിയിൽ ആ ട്രോളിയിൽ കാലടിച്ചിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് അയാൾ തെറിച്ച് വീഴുക. അപ്പോൾ അന്നേരത്തേയും ബാക്കിയുള്ള ആൾക്കാർക്ക് പുറകെ ഓടി വന്നു കേട്ടോ. ഇയാളെ കയറി പിടിച്ച് ഇയാളുടെ നിന്ന് ബാഗ് വാങ്ങി ആ സ്ത്രീക്ക് കൊടുത്തു. അപ്പോൾ ആ സ്ത്രീക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്തൊക്കെയോ വിലപ്പെട്ട അവരുടെ കയ്യിലുണ്ടാവാം, നമുക്കത് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യില്ല, ഞാനവിടെ ഇരുന്നേ ഉള്ളൂ. ഈ സംഭവം കഴിഞ്ഞ പാടെ അവർ പറഞ്ഞു, കൂടെ വന്നിരുന്ന ആൾക്കാർ പറഞ്ഞു ഇയാളാണ് ഈ ട്രോളി തള്ളിയിട്ട് അയാളെ മറിച്ച് വീഴ്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവരെൻ്റെ കയ്യിൽ 50 രൂപ എടുത്തു തന്നു. എന്നാൽ ആലോചിച്ച് നോക്കൂ, എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലായിരുന്നൊരു സമയമാണ്. ആ 50 രൂപ അവരെനിക്ക് തന്നപ്പോഴേക്കും എനിക്കെൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയൊരു നിധിയായിരുന്നു അത്. കാരണം അത് നമുക്കൊരാളോട് ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ പോലും നമ്മുടെ കണ്ണ് നിറയും. കാരണം അന്ന് ഒരു ദിവസം മുഴുവൻ പട്ടിണിക്ക് ഇരുന്നിട്ട് അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ പൈസ സ്നേഹപൂർവ്വം വാങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയിട്ടും മജസ്റ്റിക്കിൽ സമരം തീരുന്നില്ല. അപ്പോൾ അന്ന് 50 രൂപയ്ക്ക് സുഭിക്ഷമായിട്ട് ആഹാരം കഴിച്ച് 18 കിലോമീറ്റർ നടന്നു. ഉച്ചയോടുകൂടി അനിയൻ്റെ അടുത്തെത്തി, അനിയനുമായിട്ട് സമാഗമം നടത്തി. അങ്ങനെ ഒരു ദിവസം ഒരു ബാംഗ്ലൂർ ജീവിതം എനിക്ക് നൽകിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു കള്ളനെ പിടിച്ചതിനപ്പുറത്തേക്ക് അവന് ഞാൻ എന്തെങ്കിലും എന്നെ കണ്ട പിന്നീട് എന്നെ കാണുമല്ലോ, എന്തായാലും അവൻ പിടിച്ചുകൊണ്ട് പോയല്ലോ. പിടിച്ചുകൊണ്ട് പോയതുകൊണ്ട് ഞാൻ മാറിയിരുന്നതാണ്, രക്ഷപ്പെട്ടു. പക്ഷെ അവരെനിക്ക് തന്ന 50 രൂപയുടെ മഹത്വം പിന്നീട് ഒരിടത്തുനിന്നും കിട്ടിയ ഒരു പൈസയ്ക്കും ഉണ്ടായിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അനിയൻ്റെ അടുത്തെത്തി 18 കിലോമീറ്റർ നടന്നു. രാവിലെ ഒരു 9 മണിക്ക് ഇറങ്ങിയിട്ട് ഒരു 2:30 ആയപ്പോഴത്തേക്ക് ഞാൻ ജലഹലിയിലെത്തിയിരുന്നു. അവനപ്പോൾ പുറത്തായിരുന്നു. വൈകുന്നേരം 6 മണിക്കാണ് തിരിച്ചു വരുന്നത്. പിന്നെ അവിടെ വെച്ച് കണ്ട് സംസാരിച്ചു. അപ്പോൾ ഈ ഗസ്റ്റുകൾ വന്നാൽ അവരുടെ ക്വാർട്ടേഴ്സിലൊന്നും ഒരു താമസിപ്പിക്കാറ് പതിവില്ല. അപ്പോൾ അവനെന്ത് ചെയ്തു, അടുത്ത പ്ലാൻ എന്താണ്, എൻ്റെ അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അബ്സ്കോണ്ടിങ് പുറപ്പെട്ടു പോയവനെന്ത് പ്ലാന്, അവനിങ്ങനെ യാത്രയല്ലാണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയി എവിടെയെങ്കിലും കൂടണം, വല്ല ടെസ്റ്റ് ആരെങ്കിലും എന്തെങ്കിലും ജോലി സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. പക്ഷേ എൻ്റെ പ്ലാൻ അത് കഴിഞ്ഞ് അവിടുന്ന് ബോംബെക്ക് പോകാനായിരുന്നു. ബോംബെയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് ബോംബെയിലുണ്ട്, ഞാൻ ബോംബെക്ക് പോവാം, അവിടെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ പറഞ്ഞു ബാംഗ്ലൂരേക്കാൾ സ്കോപ്പ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ബോംബെയിലാണ്, ബോംബെക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പിന്നീട് എനിക്ക് കുറച്ച് ട്രാവലിങ്ങിനുള്ള കുറച്ച് പൈസയൊക്കെ എൻ്റെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബോംബെക്ക് അവിടുന്ന് ട്രെയിനും കയറി പോന്നു. ബോംബെയിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത്, അതിപ്പോൾ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ ഒരു സുഹൃത്ത് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ വൈകുന്നേരമാണ് പോയി കണ്ടത്, ഓഫീസിൽ പോയി കാണുക ചെയ്തത്. അപ്പോൾ ഞാൻ കൂട്ടിയിട്ട് റൂമിലേക്ക് പോയി. റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അറിയാമല്ലോ ബോംബെയിലെ യാത്ര അല്ല ബോംബെ താമസം വലിയ ബുദ്ധിമുട്ടാണ്.
ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിനേക്കാൾ ബുദ്ധിമുട്ട്. കാരണം തട്ടായിട്ട് 4-5 കട്ടിൽ വരെ അടിച്ചിങ്ങനെ തട്ടായിട്ട് ഇട്ടിരിക്കുക. അതിലൊരു തട്ടാണ് ഒരു ഒരാളുടെ ഒരു ജീവിതം മുഴുവൻ. അതിൻ്റെ അറ്റത്തൊരു ഹുക്കുണ്ടാവും, അവിടെ ഒരു ബാഗ് തൂക്കിയിട്ടുണ്ടാവും, അതിൻ്റെ ഇങ്ങേ അറ്റത്തെ ഹുക്കിൽ ഷർട്ടും തൂക്കിയിടാം. അതിൻ്റെ താഴത്തെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. 4 തട്ടുള്ള ഒരു വലിയ കട്ടിൽ. എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ മുറി, ഇതാണ് എൻ്റെ ജീവിതം. ഈ തട്ടിൽ 4 തട്ടിലും ആളുണ്ട്. വേറൊരാളെ നിലത്ത് കിടക്കാൻ ആ ലോഡ്ജിൻ്റെ ഉടമസ്ഥൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോണമെന്ന് പറഞ്ഞു. അത് വല്ലാത്ത ഷോക്കായിപ്പോയി. നമ്മളൊരു ജീവിതത്തിൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. എങ്ങും എത്തിയില്ല. അപ്പം വീണ്ടും ഞാൻ ചോദിച്ചു, എന്നെ ഒരു രീതിക്കും അക്കോമഡേറ്റ് ചെയ്യാൻ മാർഗമില്ല, ഈ മുറിയിൽ സമ്മതിക്കില്ല. ഇനി ഞാൻ വേറെ ആരെങ്കിലും കണ്ട് ചോദിച്ചിട്ട് വേറെ ഏതെങ്കിലും മുറിയിൽ ഇത്തരം കട്ടിലുകൾ ഒഴിവുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഇയാൾക്ക് പരിചയമുള്ള 3-4 മുറികളിൽ കൊണ്ടുപോയി, എല്ലാം എൻഗേജഡാണ്. അപ്പോൾ അവിടെ ഒന്നും കിടക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയും. പിന്നെ എനിക്കൊന്നും അയാളെ വിഷമിപ്പിക്കണ്ട, പിന്നെ അയാളെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. തിരിച്ച് വീണ്ടും അനിയൻ്റെ അടുത്തേക്ക് ബാംഗ്ലൂർക്ക് തന്നെ പോരാം എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചത്, എന്തിനു ഞാൻ പെട്ടെന്ന് മടങ്ങിപ്പോണേ? നമ്മളൊരു ജോലിക്ക് വേണ്ടി വന്നതല്ലേ, എന്തുകൊണ്ട് എനിക്ക് തന്നെ ട്രൈ ചെയ്ത് കൂടാ? അപ്പോൾ എവിടെ താമസിക്കും? താമസം ഒരു വലിയ പ്രശ്നമാണ്. മാത്രമല്ല ഭക്ഷണം കണ്ടെത്തണം, വളരെ കുറച്ച് പൈസ മാത്രമേ കയ്യിലുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബോംബെ ബീച്ച്, വിക്ടോറിയ ടെർമിനസ്, പ്രസിദ്ധമായ പൗരാണിക മൂല്യങ്ങളുള്ള വിക്ടോറിയ ടെർമിനസ് എന്ന റെയിൽവേ സ്റ്റേഷൻ. അവിടെ യാചകനെയും പാമരനെയും പണ്ഡിതനെയും ദരിദ്രരെയും എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്ന വിക്ടോറിയ ടെർമിനസ്, ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു ദിവസം വന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷൻ, അതിൻ്റെ ഒരു മൂലയിൽ പോയി കൂടാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ ഒരു ചെറിയൊരു സൂട്ട് കേസാണ്. അത് തലയണയായിട്ട് പലതവണ ഉപയോഗിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് തലയ്ക്ക് വെച്ചവിടെ കടന്നു. ഇയാളുടെ അടുത്ത് നിന്ന് ഇറങ്ങി പോന്നിട്ട് ഒരു 7 മണിയൊക്കെ ആവുമ്പോൾ ഞാൻ അവിടെ വന്ന് വഴിക്കുന്ന എന്തോ ഭക്ഷണം കഴിച്ചിട്ട്, അപ്പോൾ റൊട്ടിയാണെന്ന് ഒരു ഉണങ്ങിയ സൈസ് ചപ്പാത്തി പോലൊരു സംഭവം, അതേ ബോംബെയിലുള്ളൂ. എന്തായാലും 2 ദിവസത്തോട് താമസിക്കാം. രാവിലത്തെ പേപ്പറൊക്കെ മേടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് കണ്ടെത്താമെന്ന് വിചാരിച്ചിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കിടന്നത്. അപ്പോൾ 12 മണിയായപ്പോൾ ഒരാൾ എന്നെ ലാത്തിക്ക് തട്ടി വിളിക്കുന്നു, ഇവിടുത്തെ പോലീസുകാരൻ. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എണീറ്റ് നിൽക്കണം. അപ്പോൾ ഈ 2 മണിക്ക് മുമ്പായിട്ട് എന്നും കഴുകുക റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള അറിയില്ലായിരുന്നു. പെട്ടിയും എടുത്ത് മാറി ദൂരെ മാറിയിരുന്നു. അവരെല്ലാം കഴുകി തുടച്ച് അതിലെ വെള്ളം വലിഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ സ്ഥാനത്ത് പോയി കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഇവിടുത്തെ ലോക്കൽ പേപ്പറുകളൊക്കെ വാങ്ങി കുറേ നോക്കിയിരുന്നു, എന്തെങ്കിലും സാധ്യതകൾ എവിടെയെങ്കിലും ഉണ്ടോ. ഒരു അഭ്യസ്തവിദ്യനാണല്ലോ, പ്രത്യേകിച്ച് PG കഴിഞ്ഞ ഒരാളാണല്ലോ. സർട്ടിഫിക്കറ്റ്സ് ഒന്നും കയ്യിലില്ല, അതൊന്നും എടുക്കാനുള്ള സമയങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. അങ്ങനെയാണല്ലോ പുറപ്പെട്ടു പോകുന്നതും. പക്ഷേ ഒരു രക്ഷയില്ല, ഒന്നും കാണുന്നില്ല, കൃത്യമായിട്ടുള്ളൊന്നും കണ്ടില്ല. എന്തായാലും 2 ദിവസം ആ റെയിൽവേ സ്റ്റേഷനിൽ കഴിച്ചു കൂട്ടി. 2 ദിവസം കുറേ ഓഫീസുകളൊക്കെ കയറി ഇറങ്ങി. ഉണ്ടായിരുന്ന പൈസ തീരുന്നു, ഇനിയും നിന്നാൽ അപകടമാകും എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് വീണ്ടും തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ വരികയാണ്. എൻ്റെ അനിയൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ഒരു ബോംബെ യാത്രയും കഴിഞ്ഞ് തിരിച്ച് അനിയൻ്റെ അടുത്ത് വന്നു. അത് ലോക്കൽ ട്രെയിനിലാണ് യാത്ര, റിസർവേഷനൊന്നുമില്ല. അപ്പോൾ റിസർവേഷനൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രൂപ എടുക്കാൻ നമുക്ക് ട്രെയിനിൽ സീറ്റ് പിടിച്ച് തരും, ലോക്കൽ ട്രെയിനിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ ലോക്കൽ കമ്പാർട്ട്മെൻറ്റാണ്. 2 രൂപ കൊടുത്ത് ഞാനൊരു സീറ്റ് മേടിച്ച് അവിടെ ഇരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇതിൻ്റെ സ്വരം പോലീസുകാർ കയറി വന്നു, എല്ലാവരും അടിച്ച് പുറത്ത് ചാടിക്കുക. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രെയിൻ ബാക്കിലേക്ക് ഇങ്ങോട്ട് ഷണ്ട് ചെയ്യാനായിട്ട് കൊണ്ട് നിർത്തുന്ന സമയത്ത് തന്നെ ഈ ഏജൻറ്റുമാർ കയറി അതിൻ്റെ അകത്ത് മുഴുവൻ തുണി വിരിച്ച് സീറ്റ് റെഡിയാക്കി വയ്ക്കും. എന്നിട്ടാണ് ഓരോരുത്തരും സീറ്റ് ഈ തുണി എടുത്ത് മാറ്റിയിട്ടാണ് നമ്മളെ പിടിച്ചിരുത്തിട്ട് പൈസ മേടിക്കണം. 4 പേർക്ക് ഇരിക്കാവുന്ന സീറ്റിൽ 6 പേരെ ഇരുത്തും. ഒരു സീറ്റിന് 12 രൂപ വെച്ചാൽ, അന്നൊക്കെ ഓർക്കണം 82-84 കാലഘട്ടങ്ങൾ 12 രൂപ എന്ന് പറഞ്ഞാൽ അവർക്ക് മതി, ഒരു സീറ്റിന് അവർ വാങ്ങുന്ന പൈസ അത്. ഈ വണ്ടി ഷണ്ട് ചെയ്യണ സമയത്ത് ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ലേഡീസ് എന്നുള്ള സ്റ്റിക്കറുണ്ട് ഒട്ടിച്ചു. അങ്ങനെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റായി. നമ്മളത് അറിയുന്നില്ലല്ലോ, നമ്മൾ കാശ് കൊടുത്ത് സീറ്റിൽ കയറിയിരിക്കുകയാണ്. പോലീസുകാരന് വാതൊക്കെ നിൽക്കുക, വരുന്നുണ്ട് ഒരടി കൊടുക്കുക, തള്ളി കൊടുക്കുക. അപ്പോൾ വണ്ടി നിർത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഷണ്ട് ചെയ്യണ സമയത്ത് ചാടിക്കയറായി ഞങ്ങളെല്ലാവരും.
ഇനി ഇവരതുപോലെ വലിച്ച് പുറത്തേക്ക് ഇടുക. അവർ ഈ ഇത്ര ക്രൂരമായിട്ട് പോലീസുകാരൊക്കെ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് വാതക്കലെടുത്ത് നിൽക്കുക, വരാൻ പറയും, എല്ലാവരും വരുമ്പോൾ ഒരടി ഒരു തള്ളുക, പ്ലാറ്റ്ഫോമിൽ എവിടെയോ ചെന്ന് വീഴും ആൾക്കാർ. എനിക്കിട്ട് അടി കിട്ടിയെങ്കിലും ഞാൻ എൻ്റെ കയ്യിലിരുന്ന് സൂട്ട് കേസ് കൊണ്ട് തടുത്തിട്ട് ചാടി കാരണം നമ്മളത് അങ്ങനെ രക്ഷപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇത് അപകടമാണ്, ബോംബെ ജീവിതം ഇനി എനിക്ക് പറ്റുമെന്ന് തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ വീണ്ടും എൻ്റെ അനിയൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നത്, ബാംഗ്ലൂർക്ക്. അങ്ങനെ ഒരു ദിവസം രാവിലെ അവിടെ നിന്ന് ഇറങ്ങാം. അച്ഛനെത്തുന്നതിന് മുമ്പുള്ള സമയമാണ്. അച്ഛനെത്തിയിരുന്ന് എനിക്ക് എന്തോ ആ ഒരു ചെറുപ്പത്തിൻ്റെ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ അത് വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാൻ പോലില്ല സമയമാണ്. കാരണം കൊടുക്കാനുള്ളൊരു നാലുപാടുന്നും വല്ലാത്ത പ്രഷറുകളും ഭീഷണിപ്പെടുത്തലും ഒക്കെ പടയായിട്ട് വന്നപ്പോഴേക്കും ഇപ്പം ഞാൻ ആലോചിച്ചു, ഇനിയും നമ്മളിത് അവസാനിപ്പിക്കാൻ തന്നെ വഴിയുള്ളൂ. ജീവിതം തീർക്കാം, ജീവിതം അവസാനിപ്പിക്കണം.